ഇനി നമുക്കൊരു പ്രേക്ഷകൻ നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നു. ഗോവയിൽ നിന്നാണ് ഈ പ്രേക്ഷകൻ നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നത്. റവറൻ ഫാദർ ജിനു എബ്രഹാം ആണെന്നാണ് പ്രൊഡക്ഷൻ റൂമിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. ഹായ് ഫാദർ, നമസ്കാരം. ഫാദർ നമസ്കാരം. ഹായ്, നമസ്കാരം. നമസ്കാരം. ഫാദർ എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. നമ്മൾ അത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയണോ? ഫാദറിന്റെ അടുത്തൊരു സംശയമാണ്. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, അവിടെ ഗോവയിലാണല്ലേ ഇപ്പോ സേവനം ചെയ്യുന്നത്? ഗോവയിലാണ്. ഓക്കെ, നാട്ടിലെവിടെയാണ്? മർത്തോമാസയുടെ മുംബൈ ഭദ്രാസനത്തിന്റെ ഭാഗമായ ഗോവ സെന്ററിലെ ഗോവയിലാണ് ശുശ്രൂഷ. നാട്ടിൽ ഞാൻ കരുവാറ്റ, ആലപ്പുഴ അപ്പർക്കുട്ടങ്ങൾ ഏരിയ കരുവാറ്റ. അദ്ദേഹം എന്റെ വൈഫാണ്. അദ്ദേഹം തിരുവല്ല വെണ്ണിക്കുളമാണ്, പത്തനംതിട്ട. ഓക്കെ, പേര്? അതെ, ചിഞ്ചു. ചിഞ്ചു. എന്റെ പേര് റവറൻ ജിനു എബ്രഹാം. ഓക്കെ, അദ്ദേഹം ചിഞ്ചു. അതെ അതെ ഓക്കെ, ഫൈൻ. ഫാദർ, അപ്പൊ നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ടോ? പിന്നെ 24 ഒക്കെ നമ്മുടെ എപ്പോഴും ഇങ്ങനെ നമ്മള് വീട്ടിൽ എപ്പോഴും ഇങ്ങനെ വെച്ചിട്ട് ചാനലാണ് 24 ഒക്കെ. ഓക്കെ, അപ്പൊ നാട്ടിലേക്കൊക്കെ ഇപ്പൊ എങ്ങനെയാണ് വരിക? ഞങ്ങൾക്ക് നാട്ടിലേക്ക് അങ്ങനെ വരാൻ ലീവ് ഇല്ല, എങ്കിലും ഞങ്ങളുടെ ആനുവൽ ക്ലബ്ജി. ആഹാ, ഓക്കെ. അവിടുത്തെ ഒരു കാലാവസ്ഥയും ഒക്കെ എങ്ങനെയാണ് ഗോവയിൽ? ഇപ്പം ഗോവയില് മഴയാണ്, മഴ തീരാൻ പോകുന്നു. ഇപ്പൊ സീസൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് ഗോവയില്. കേരളത്തിന് പുറത്താദ്യമായിട്ടാണോ ഇങ്ങനെ ശുശ്രൂഷ ബന്ധപ്പെട്ട് പോകുന്നത്? സഭയുടെ ഗോവയില് ആദ്യമായിട്ടാണ്. ആണല്ലേ? അപ്പൊ ഒരുപാട് സന്തോഷം ഫാദർ. ഒരു ഫാദർ ആദ്യമായിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. രണ്ടുപേർക്കും പ്രോഗ്രാം ഒക്കെ ഭംഗിയായിട്ട് പോകുന്നു. താങ്ക് യു ഫാദർ. സോ മച്ച്. താങ്ക് യു. ഇനിയും തുടർന്ന് കാണണം കേട്ടോ. ഞങ്ങളുടെ കരുവാറ്റ സ്വദേശികൾക്ക് അതുപോലെ തന്നെ എന്റെ കൂട്ടുകാർക്ക് ഫ്രണ്ട്സിനെല്ലാം ഒരു ഗുഡ് നൈറ്റ് നിങ്ങളുടെ ചാനലിൽ കൂടെ വെക്കും. തീർച്ചയായിട്ടും റവറൻ ജിനു എബ്രഹാമിനെ അറിയുന്ന എല്ലാവർക്കുമായിട്ട്. ഓ, ഡെഫിനറ്റ്ലി. താങ്ക് യു. തിരുനാമ കീർത്തനം പാടുവാനില്ലെങ്കിൽ നാവെനിക്കെന്തിനും നാഥ, അപദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങൾ എന്തിനു നാഥ, ഈ ജീവിതം എന്തിനു നാഥ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അപദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങൾ എന്തിനു നാഥ, ഈ ജീവിതം എന്തിനു നാഥ. ഈ പാട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പാടിയിട്ടുണ്ട്. ഭക്തി ശരിക്കും ഉണ്ടായിരുന്നു ആ സോങ്ങില്. അപ്പോ പാട്ട് പാടിയതിനും വിളിച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി ഫാദർ. താങ്ക് യു. ഫാദർ എന്തോ പറയാൻ വന്നു. അതെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആണെന്ന് പറയാൻ വന്നത്. അപ്പോ ഫാദർ ജിനു എബ്രഹാം ആണ് വിളിച്ചത് ഗോവയിൽ നിന്നും. അദ്ദേഹത്തിന്റെ പത്നി ഉണ്ടായിരുന്നു കൂടെ. പാട്ട് നമ്മളൊക്കെ കേട്ടു. റെഡി അല്ലേ? പ്രേക്ഷകരൊന്ന് റീഫ്രഷ്ഡ് ആയിട്ടുണ്ട്.